എൻ്റെ പുതിയ വീഡിയോ നമ്മളുടെ ഇൻ്റർനാഷണൽ സോഷ്യൽ മീഡിയയ്ക്ക് ശേഷം ഇൻ്റർനാഷണൽ കരിക്കുലത്തെ കുറിച്ചാണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് എങ്ങോട്ട് പോകണം, പുറത്തു പോകണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ സൗകര്യമുണ്ടോ? ഞാൻ പറയും ഇന്ത്യയിൽ ഉള്ളിൽ തന്നെ സൗകര്യങ്ങൾ ഉണ്ട്. നമ്മളുടെ കുട്ടികൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസം ചെയ്യണം. അതിന് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്ന് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച്, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. കേരളീയർ എങ്ങോട്ട് വിമാനം കയറുന്നു? ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ? ഇതൊരു 100 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഞാൻ വളരെ റെക്കോർഡിക്കൽ പ്രൂഫോടെ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യയിനകത്ത് തന്നെ സഞ്ചരിക്കൂ. ലോകം ഇന്ത്യക്ക് വരികയാണ്. ഇന്ത്യക്കുള്ള പ്രഭാവം, ഇന്ത്യക്കിതൊരു ചരിത്രപരമായ ഒരു അവസരം കൂടിയാണിത്. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മളുടെ സ്റ്റുഡൻസും രക്ഷിതാക്കളും തയ്യാറാവണം. ഈ വീഡിയോയിൽ കൂടി എന്തുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസ് ഇന്ത്യയിൽ പഠിക്കണമെന്ന് ഞാൻ കുറച്ച് എക്സാമ്പിളോട് കൂടി പറയാം. വിദ്യാർത്ഥികൾക്ക് ഗ്ലോബൽ നിലവാരത്തിലുള്ള അറിവ് നാട്ടിലിരുന്ന് തന്നെ ലഭിക്കും എന്നുള്ളതിൽ തീർച്ചയാണ്. 2015 കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ നയത്തെ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ എല്ലാം തന്നെ നടപ്പിലാക്കി തുടങ്ങിയത്. 2015 ഈ സർക്കാരിൻ്റെ ശ്രമം ഇന്ന് അത് ഫലമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായി പറഞ്ഞാൽ 5 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ സ്റ്റേറ്റിൻ്റെ ഹെൽപ്പോട് കൂടെ ഈ ഒരു പദ്ധതി വളരെ സക്സസ്ഫുള്ളായി നടപ്പിലാക്കി എന്ന് വേണം ഞാൻ പറയാൻ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 NEP 2020 പോലുള്ള നയങ്ങളുടെ പിന്തുണയോടെയാണ് ഇന്ത്യ ഒരു വിദ്യാഭ്യാസ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും NEP 2020 അടിസ്ഥാനത്തിൽ പുതിയ ഫോറിൻ യൂണിവേഴ്സിറ്റികളെ വെൽക്കം ചെയ്തുകൊണ്ട് നിയമമാറ്റങ്ങൾ ലേറ്റസ്റ്റായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഓരോ വിദ്യാർത്ഥികളും പങ്കുചേർന്ന് ഇതൊരു വലിയ സക്സസ് ആയി തീർക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇതാ ഹാർവർഡ് യൂണിവേഴ്സിറ്റി ബോംബെയിൽ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നു. ഇത് അവരുള്ള ഹാർവർഡ് യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ എന്നാൽ ഗവേഷണ പങ്കാളിത്തങ്ങളാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസം, ആരോഗ്യ സംരംഭങ്ങൾ, ഇതാണ് ഈ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. ഇതിലാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. മറ്റൊരു ഫോറിൻ യൂണിവേഴ്സിറ്റി വാട്ടൺസ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. സെൻറ്റർ സംരംഭത്വം, ബിസിനസ് നവീകരണം, നേതൃത്വ വികസനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന കോഴ്സുകളാണ് വാട്ടൺ യൂണിവേഴ്സിറ്റിയുടേത്. പിന്നീട് ഇതാ വേറൊരു യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയാണ്. കൊളംബിയ ലോകത്തിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇവർക്ക് മുംബൈ ആസ്ഥാനമായി ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവരുടെ സ്റ്റോറീസ് സുസ്ഥിരത, പൊതുജനാരോഗ്യം, നഗരവികസനം എന്നിവയൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഒക്കെ തന്നെ നമ്മളുടെ കൺട്രി ഗ്രോത്തിന് അത്യാവശ്യമായ മാനേജ്മെൻറ്റ് കൺസേൺസ് ആണ്. മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് യേൽ യൂണിവേഴ്സിറ്റി, YALE. ഇത് ഇന്ത്യയിൽ സംരംഭം ആരംഭിച്ചു. ഇവർ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് സംരംഭങ്ങളും പൊതുനയങ്ങളും, നിയമം, നേതൃത്വ പരിശീലനം, ആഗോള പഠനങ്ങൾ എന്നിവയെല്ലാം നല്ല രീതിയിൽ ലോകമെമ്പാടും
പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. യെയിൽ യൂണിവേഴ്സിറ്റി അവർ മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുകയാണ്. ഇതുപോലുള്ള എത്രയോ യൂണിവേഴ്സിറ്റികൾ നമ്മളെ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. NIRF എന്താണ്? NIRF എന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കാണ്. ഇത് റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും NIRF റാങ്ക് ചെയ്യും. അത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് റാങ്കിങ്ങിന് വിധേയമാകുന്നത് എന്ന് ഞാൻ ഈ എന്തൊക്കെ വിഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരാം. സർവകലാശാലകൾ, എല്ലാ യൂണിവേഴ്സിറ്റിയും NIRF റാങ്കിങ് ചെയ്യും. അതേപോലെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം റാങ്കിങ് ചെയ്യും. എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം തന്നെ റാങ്കിങ് ചെയ്യും. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ റാങ്കിങ് ചെയ്യും. ഫാർമസി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാം തന്നെ റാങ്കിങ് ചെയ്യും. നിയമം പഠിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ലോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം തന്നെ റേറ്റിംഗ് ചെയ്യും. ദന്തവൈദ്യ കോളേജ്, ഡെൻ്റൽ കോളേജുകൾ എല്ലാം തന്നെ ചെയ്യും. ആർക്കിടെക്ചർ കോളേജുകൾ റാങ്കിങ് ചെയ്യും. അധ്യാപക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റാങ്കിങ് ചെയ്യും. ഓവറോൾ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ NIRFൻ്റെ മാർക്കിംഗ് ഉണ്ടാവും. പൊതുവെ ഇത് 100-ലാണ് അവർ മാർക്കിടുന്നത്. ഇന്ത്യയിലെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൊതുവെയുള്ള 5 ഘടകങ്ങളാണ് ഇവർ പരിശോധിക്കുന്നത്. ഈ 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്യുന്നത്. ഈ 5 അടിസ്ഥാനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഇത് അധ്യാപന നിലവാരം നോക്കും. ഇതിൻ്റെ അധ്യാപന നിലവാരം എന്താണെന്ന് അവർ പരിശോധിക്കും. അതനുസരിച്ചാണ് വൺ ഓഫ് ദ റാങ്കിങ്. പിന്നെ ഗവേഷണവും പ്രൊഫഷണൽ പ്രാക്ടീസും ഇതും അവർ ശ്രദ്ധിക്കും. പിന്നെ ഗ്രാജുവേഷൻ ഔട്ട്കം, ഇതിൻ്റെ എത്ര പേര് ഗ്രാജുവേഷൻ ചെയ്ത് പോയിട്ടുണ്ട്, എത്ര പേര് പാസ്സായി. സാമൂഹിക ഉൾക്കൊള്ളലും അകത്തളങ്ങളും പരിശോധിക്കും. പിന്നെ ഇതിൻ്റെ പെർസെപ്ഷൻ, പൊതുജനധാരണ, ഇതിൻ്റെ പെർസെപ്ഷൻ പരിശോധിക്കും. ഇതൊക്കെയാണ് NIRFൻ്റെ റേറ്റിങ്ങിനുള്ള പരിപാടികൾ. 2024 അനുസരിച്ചിട്ട് ഇന്ത്യയിലെ മികച്ച മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളുടെ റേറ്റിംഗ് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് 12 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് NIRFൻ്റെ ലിസ്റ്റിലുള്ളത്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും റാങ്കിങ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പം കുറേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ 12 പിന്നെ 2-3 പിന്നെയും പറയും. NIRF സ്കോർ 100-ലാണ് കേട്ടോ. ഈ 100-ൽ എത്ര മാർക്ക് കിട്ടിയെന്നാണ് നോക്കുക. ആദ്യമായി നമ്പർ 1 പൊസിഷനിൽ അഹമ്മദാബാദിലെ IIM ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇതിന് മാർക്ക് 83.32 നമ്പർ 1. IIM ബാംഗ്ലൂർ, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലാണ്. 81.16 ഇതിൻ്റെ മാർക്ക്. 3-ാം സ്ഥാനത്ത് ആരെന്ന് നോക്കൂ, മറ്റാരുമല്ല, IIM കോഴിക്കോടാണ്. IIM കോഴിക്കോടിന് മൊത്തം മാർക്ക് 77.90. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളത്തിലെ IIM കോഴിക്കോടാണ്. 4-ാം നമ്പർ IIT ഡൽഹിയാണ്. ഇത് മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുകയാണ്. 76.25 ഇതിൻ്റെ മാർക്ക്. ഇനി നമുക്ക് 5-ാമതായി നോക്കാം. IIM കൊൽക്കത്ത, ഇത് പശ്ചിമ ബംഗാൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മാർക്ക് 75.07. 6-ാമതായിട്ട് IIM, ഇത് മുംബൈ NITIE എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ. ഇതിൻ്റെ മാർക്ക് 74.73, 74.3.
IIM ലക്നൗ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മാർക്ക് 74.43, 74.43. പിന്നെ അടുത്ത് 8ാമത്തെ നമ്പറാണ് IIM ഇൻഡോർ, മധ്യപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, 73.53. പിന്നെ XLR സേവിയർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ഇത് ജംഷഡ്പൂരിലാണ്. ഇതിന് മാർക്ക് 68.13. ഇത് 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നീട് ബോംബെയിലെ IIT 10ാം നമ്പറാണ്, ഇതിന് 10ാമത്തെ റാങ്കിങ് ആണ്. ഇതിന് 67.16 മാർക്കുണ്ട്. പിന്നെ MDI, ഇത് ഗുരുഗ്രാമിൽ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് 11ാം സ്ഥാനത്ത് 66.85 മാർക്കുണ്ട്. 12ാം ഇൻസ്റ്റിറ്റ്യൂട്ട് IIM റോഹ്തക് ഹരിയാന, 66.49 മാർക്കാണ് ഇവർക്കുള്ളത്. കൂടുതൽ ശ്രദ്ധയാർജിച്ച ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഞാൻ പറയാം. അതൊന്ന് സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെന്റ്, SIBM പറയും. ഇതിൻ്റെ റാങ്കിങ് 13ആണ്. ഇവിടെയാണ് എൻ്റെ മകൾ പഠിച്ചത്. സ്കോർ 65.13. ഇത് വളരെ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് റാങ്കിങ്ങിൽ 13 ആണെങ്കിലും ഇത് നല്ല റേറ്റിംഗ് ഉണ്ട്. IIM റായ്പൂർ റാങ്കിങ് 14ആണ്, 64.40 ഇതിൻ്റെ മാർക്ക്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, ഇതും ഒരു വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഡൽഹിയാണ് ഇതിൻ്റെ ബേസ്. ഇതിൻ്റെ റാങ്ക് 15ആണ്, മാർക്ക് 62.36. ഇതാണ് പൊതുവെയുള്ള NIRF റാങ്കിങ്ങിൻ്റെ 2024. 2025 റാങ്ക് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. സാധാരണ ഓഗസ്റ്റിലാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഏത് സമയത്തും നമുക്ക് ഈ റാങ്ക് പുറത്തു വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാർക്ക് അടിസ്ഥാനത്തിൽ വേണം പറയാൻ. നിങ്ങളുടെ നെയ്ബറോ അല്ലെ നിങ്ങളുടെ സുഹൃത്തോ അല്ലെ നിങ്ങളെ കുട്ടിയുടെ ഫ്രണ്ട് പറഞ്ഞിട്ടോ അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോകേണ്ടത്. NIRF റേറ്റിംഗ് നോക്കുക. NIRF പ്രകാരം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ മലയാളീസ് മിക്കപ്പോഴും ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കണക്ക് കൂട്ടൽ കുറവാണ്. ഒരു സെൻറ്റിമെൻ്റൽ വാല്യൂയോട് കൂടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നമ്മൾ മലയാളീസ് ഫോളോ ചെയ്യണം. ഇത് എത്ര വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ കുട്ടികൾക്ക് എപ്പോൾ തിരിച്ചു കിട്ടും, നമ്മളെ രക്ഷിതാക്കൾക്ക് എപ്പോൾ തിരിച്ചു കിട്ടും, എന്താണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റം. ഞാനിപ്പം ഇംഗ്ലണ്ടിൽ പഠിച്ചാൽ ഇത്ര, അമേരിക്കയിൽ പഠിച്ചാൽ എത്ര, ഇന്ത്യയിൽ പഠിച്ചാൽ എത്ര, ഇതൊക്കെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. എനിക്ക് എൻ്റെ നാട്ടിൽ പലപ്പോഴും തോന്നാറുള്ള കാര്യമാണ്, ടീച്ചേഴ്സിന് വേണ്ടി വലിയൊരു തുക ഈ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും ജോലിക്ക് വേണ്ടി. അതിൽ എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് ശമ്പളമോ കാര്യങ്ങളോ, അതൊക്കെ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇന്ത്യയിൽ പഠിക്കുമ്പോൾ, ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയാൽ എത്ര സമയം കൊണ്ട് അത് തിരിച്ചു കിട്ടും എന്നൊരു കണക്ക് നമുക്ക് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സ് ഫീ ആണ് നമ്മൾ നോക്കേണ്ടത്. IIM അഹമ്മദാബാദിൽ 25 മുതൽ 35 വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 1 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടും. IIM ബാംഗ്ലൂരിൽ 24 മുതൽ 35 വരെ 1 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. IIM കാൽക്കട്ട 1 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. IIM ലക്നൗവിൽ 7 മാസം കൊണ്ട് തിരിച്ചു കിട്ടും. കോഴിക്കോട് IIM കോഴിക്കോട് 1 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. IIM ഇൻഡോർ 8 മാസം കൊണ്ട് തിരിച്ചു കിട്ടും. XLRI ജംഷഡ്പൂർ 1 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. ഡൽഹി DMS IIT 4 മാസം കൊണ്ട് തിരിച്ചു കിട്ടും. IIT ബോംബെ 4 മാസം കൊണ്ട് തിരിച്ചു കിട്ടും. FMS ഡൽഹി 1 മാസം കൊണ്ട് തിരിച്ചു കിട്ടും. എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ ചെയ്തത്? വാട്ട് ഈസ് ROI? ആനുവൽ സാലറി ഡിവൈഡഡ് ബൈ ടോട്ടൽ കോഴ്സ് ഫീസ്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ് ROI കണക്കൂട്ടുക. ആനുവൽ സാലറി ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഫീ. ലോവർ ഫീസ് എപ്പോഴും ഹയർ സാലറി ആയിരിക്കും കിട്ടുക. അത് ഒരു കാൽക്കുലേഷന് വേണ്ടി പറഞ്ഞതാണ്, വേറെ ഒരു കച്ചവടം എന്ന നിലയ്ക്ക് പറഞ്ഞതല്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമല്ല, താങ്കൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടിയതിന് ശേഷം കൂടെ മാത്രം
നിങ്ങളിത് ചെയ്താൽ മതി. ഇത് എൻ്റെ ഒരു വിലപ്പെട്ട അഭിപ്രായമാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ റിസർച്ചും ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇത് ജനങ്ങളിൽ എത്തിക്കാൻ ഞാൻ ഓരോരുത്തരും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇനിയും നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഇനിയും വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് വരെ താങ്ക് യു. സൈനിങ് ഓഫ് ഹർഷജിത്ത്.